Namah Shivaya. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ കുണ്ടലിനി യോഗയിൽ പ്രാഥമികമായിട്ടുള്ള, അതായത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പ്രധാന ഘടകമാണ് സ്നാനം, അതും മുങ്ങിക്കുളി. എന്താണ് ഈ സ്നാനത്തിൽ നമുക്കുണ്ടാവുന്ന സാഫല്യം, നേട്ടം? നമ്മുടെ ക്ഷേത്രായനത്തിൽ തന്നെ പ്രഥമമായി പറയുന്നത് നീരാട്ട്, ആറാട്ടുകുളം, ക്ഷേത്രക്കുളം. ആ ക്ഷേത്രത്തിലെ തേവാരമൂർത്തി ആറാട്ട് ദിവസം നീരാടുന്ന കുളമാണ് ആറാട്ടുകുളം അല്ലെങ്കിൽ ക്ഷേത്രക്കുളം. നമ്മുടെ പഴമയാർന്ന ക്ഷേത്രങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ടാവും, കാൽ നനച്ച് വേണം ക്ഷേത്രത്തിൽ കയറുവാൻ എന്നുള്ളത്. എന്നാൽ ഇതിൻ്റെയൊക്കെ തത്വം എന്താണ്? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ക്ഷേത്രത്തിനുള്ളിൽ നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഷർട്ട്, പുരുഷന്മാർ ഷർട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അതേപോലത്തെ ഒരു തത്വമാണ് നാം ക്ഷേത്രത്തിൽ കയറുമ്പോൾ അവിടുത്തെ കുളത്തിൽ കുളിച്ച് അതിനുശേഷം മാത്രമേ ക്ഷേത്ര ദർശനം പാടുള്ളൂ. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? അറ്റ്ലീസ്റ്റ് കാല് എങ്കിലും കഴുകിയിട്ട് വേണം നാം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു, ആ തേവാരമൂർത്തിയെ കാണാൻ പാടുള്ളൂ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശം? നാം എല്ലാം നോർമലി വിചാരിക്കുന്നത്, നാം നടന്നു വന്ന വഴി ചിലപ്പോൾ അശുദ്ധി ഉണ്ടാകും, അല്ലെങ്കിൽ പൊടി പട്ടും, അത് ക്ഷേത്രത്തിൽ അശുദ്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടായിരിക്കാം കാല് കഴുകിയിട്ട് ക്ഷേത്രത്തിൽ കയറണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് ഇതൊന്നുമല്ല ഒരു ഘടകം. നമ്മുടെ കുണ്ടലിനി, ആ കുണ്ടലിനി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഫ്ലൂയിഡ് മേളിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ, പല പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഓരോ ചക്രങ്ങൾ ആക്ടിവേറ്റ് ആവുന്നത്. അതായത് മേൽപോട്ട് പോകുന്ന, താഴേന്ന് മേൽപോട്ട് പമ്പിങ് പല പ്രാവശ്യം. ഇപ്പോൾ ചിലപ്പോൾ 2 മാസം എടുക്കും ഒരു ചക്രങ്ങളൊക്കെ ഉണരണമെങ്കിൽ. അപ്പോൾ പല പ്രാവശ്യം ഈ പമ്പിങ് ചെയ്യുമ്പോഴാണ് ഒരു ചക്രം, അങ്ങനെ ആ ചക്രങ്ങൾ റീചാർജ് ആകാൻ കുറേ പമ്പിങ് വേണ്ടി വരും. അത് കഴിഞ്ഞ് അടുത്ത ചക്രം മൂലാധാരം തൊട്ട് തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രവണത, താഴേന്ന് മേളിലോട്ടുള്ള ആ പമ്പിങ്, ആ ഒരു സിംബോളിസമാണ് നാം ക്ഷേത്രക്കുളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ആറ്റിൽ, കുളത്തിൽ, നദികളിൽ നാം പോയി സ്നാനം ചെയ്യുമ്പോൾ നാം ആദ്യം നമ്മുടെ കാൽ ആ നദിയിലേക്ക് അല്ലെങ്കിൽ ആ കുളത്തിലേക്ക് നനയ്ക്കുന്നു. പിന്നെ നാം മുട്ടോളം ആ കുളത്തിലിറങ്ങും. അത് കഴിഞ്ഞ് നെഞ്ചോളം നാം കുളത്തിലിറങ്ങും. അത് കഴിഞ്ഞ് കഴുത്തോളം നാം ആ കുളത്തിലെത്തി. അപ്പോൾ നമ്മുടെ എനർജി മേളിലോട്ടാണ് പമ്പിങ് നടക്കുന്നത്. ഇത് ദിവസവും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുണ്ടലിനിലേക്ക് പമ്പിങ് ചെയ്യാനുള്ള പ്രവണത ഏറി വരുന്നു. നാം സാധാരണ ഇന്നത്തെ ഇൻസ്റ്റന്റ് ലോകത്ത് അങ്ങനെ ഒരു പ്രവണതയെ ചെയ്യുന്നില്ല.
ബക്കറ്റിൽ വെള്ളം എടുത്ത് തലയിലിടുകയാണ്. സോ എനർജി താഴോട്ടാണ് പോകുന്നത്. ഈവൻ ഷവറിലാണെങ്കിൽ തന്നെയും ആ എനർജി ലെവൽ താഴോട്ട്. ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ബാത്ത് ഡബ്ബ് ഇതിനു വേണ്ടി ഒരു സൊല്യൂഷൻ, നമ്മുടെ കുളത്തിൽ കുളിക്കുന്ന ആ രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ഒരു 20% വരെ സക്സസ് ആണ്. എന്നാൽ പൂർണ്ണത ഇട്ടിട്ടില്ല. നാം കുളത്തിൽ കുളിക്കുന്ന പോലെ, ആറ്റിൽ കുളിക്കുന്ന പോലത്തെ ആ സമ്പൂർണത അവിടെ ലഭിക്കുന്നില്ല. കാരണം നമ്മുടെ 4 മുറകൾ കംപ്ലീറ്റ് ആയിട്ട് ഓരോന്നായിട്ട് മുങ്ങിയാലേ ആ കുണ്ടലിനി തത്വം നമ്മുടെ ശരീരത്തിന് ഇഴുകുള്ളൂ. നമ്മുടെ ക്ഷേത്രായനത്തിൽ എപ്പോഴും കുളങ്ങൾക്ക് ഒരു പ്രധാന സ്ഥാനമാണ്. കുണ്ടലിനി ചക്രങ്ങൾ, കുണ്ടലിനി തത്വത്തിന് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിലെത്തുവാൻ നാം കുളത്തിൽ ഇങ്ങനെ നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളായിട്ട് ആ ജലത്തിൽ കഴുത്തോളം എത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നാം വിളക്ക് കത്തിക്കുമ്പോൾ, അതേപോലെ ക്ഷേത്രത്തിലെ ആ പ്രതിഷ്ഠയിൽ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ആ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന അനുഭൂതി, നാം കഴുത്തോളം എത്തുമ്പോൾ ആ ഒരു പൂർണ്ണത നമുക്ക്, സെയിം ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നു. എന്തെന്നാൽ ഈ കുണ്ടലിനി നമ്മുടെ ആ വെള്ളവുമായിട്ട് ആ പമ്പിങ് സ്രോതസ് മേളിലോട്ട് പവർ, നാം കുളത്തിലോട്ട് ഇറങ്ങും തോറും വെള്ളം മേളിലോട്ട് കയറുന്നു. സെയിം സ്ട്രാറ്റജിയാണ് കുണ്ടലിനി അകത്തു നിന്നും ഈ ഫ്ലൂയിഡ് പമ്പിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രഷർ, ആ വെള്ളത്തിൻ്റെ പ്രഷർ നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ ആ എനർജി ലെവൽ, ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ്സിൽ ഫുൾ വെള്ളം എടുത്തു, അതിൽ നമ്മൾ ഒരു പ്ലാസ്റ്റിക് ബോൾ അതിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരുന്നു. സെയിം പോളിസിയാണ് നാം ആ കുളത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ കുണ്ടലിനി ഓട്ടോമാറ്റിക്കലി പമ്പിങ് തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ കുളത്തിൽ മുങ്ങി കുളിച്ചാലുള്ള ഒരു പോസിറ്റീവ് എനർജി, അവിടെ കുണ്ടലിനി ചക്രങ്ങൾ, കുണ്ടലിനിക്ക് വൈബ്രേറ്റ് ചെയ്യാനുള്ള പ്രവണത കൂടുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴമക്കാർ എന്ത് ഉണ്ടായിക്കോട്ടെ കുളത്തിൽ പോയി കുളിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. എല്ലാ കുണ്ടലിനി യോഗയും ഈ ഒരു തത്വം ദിവസേന ചെയ്താൽ മാത്രമേ നമ്മുടെ കുണ്ടലിനി ചക്രങ്ങൾക്ക് നിഷ്പ്രയാസം നമ്മുടെ ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള പ്രവണത കാട്ടുകയുള്ളൂ. ക്ഷേത്രായനത്തിൻ്റെ പ്രഥമമായിട്ടുള്ള ഒരു തത്വം നിങ്ങൾക്ക് പിടികിട്ടിക്കാണും. നമ്മൾ കാൽ കഴുകിയാൽ തന്നെയും ആ എനർജി ലെവല് മേളിലോട്ടാണ്. നമ്മൾ കാല് മുട്ടോളം വെള്ളം നിർത്തിയിട്ടായിരിക്കും നമ്മൾ കാല് കഴുകുക. അപ്പോൾ ആ എനർജി മേളിലോട്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ നാം എത്തിപ്പെടുന്നത് തേവാരമൂർത്തിയുടെ അടുത്താണെങ്കിലും നമുക്ക് ആ ദൈവമേ എന്നുള്ള ആ വിളിയിൽ ആ സെക്കൻഡിൻ്റെ അംശം നമുക്ക് കുറച്ച് കൂട്ടിക്കിട്ടും. കാരണം ആ എനർജി ലെവല് കുണ്ടലിനിയെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള, ഓൾറെഡി ആക്ടിവേറ്റ് ആണ്, അത് വൈബ്രേഷൻ്റെ ടൈം കുറച്ചുകൂടി കൂട്ടിക്കിട്ടാൻ ഈ ഒരു പ്രവണത നമുക്ക് ഫലപ്രദമായി വരുന്നു. പിന്നെ കുണ്ടലിനി ചക്രങ്ങൾ, മൂലാധാരം അത് ഉണരുമ്പോൾ ഒട്ടുമിക്ക ഫ്രണ്ട്സും വളരെ പേടിച്ച് എന്താണ് സംഭവിച്ചത്, എന്തെങ്കിലും തെറ്റാണോ
എന്നുള്ള രീതിയിലൊക്കെ ഫോൺ ചെയ്യുമായിരുന്നു. കാരണം മൂലാധാരം ഉണരുമ്പോഴും ഒരു ബോംബ് സ്ഫോടനം നടക്കുന്ന ഒരു പ്രതീതിയാണ് നമ്മുടെ മനസ്സിലും നമുക്കുണ്ടാവുക. കാരണം നമ്മൾ അതിനു മുമ്പ് ഈ ഒരു പ്രവർത്തനം ശാരീരികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും നമ്മൾ അത് അനുഭവിച്ചിട്ടില്ല. ഈ ശരീരം പോലും ആ ഒരു എനർജി ഇതിനു മുമ്പ് താങ്ങിയിട്ടുമില്ല. അപ്പോൾ പെട്ടെന്ന് ഈ വൈബ്രേഷനും പൊട്ടലും മാനസികമായിട്ടുള്ള ആ ഒരു പിരിമുറുക്കവും ആടുന്ന ഒരു പിരിമുറുക്കവും നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു. അപ്പോൾ ഇതാദ്യമായി മൂലാധാരം ഉണരുന്ന ഒട്ടുമിക്കവരുടെയും ശങ്ക എന്ന് പറഞ്ഞാൽ ഇത് വേറെന്തെങ്കിലും ആണോ എന്നുള്ളൊരു സംശയം. അത് മൂലാധാരം ഉണർന്നതിൻ്റെ ഒരു പ്രകടനമാണ് അവിടെ കണ്ടത്. ഇതിലും പേടിക്കേണ്ട ആവശ്യമില്ല. 2 അല്ലെങ്കിൽ 3 ദിവസമേ ഈ തലവേദനയോ നടുവേദനയോ ഉണ്ടാവുള്ളൂ. അതിന് പ്രത്യേകിച്ച് നാം ഗുളികയോ അല്ലെങ്കിൽ പെയിൻ കില്ലറോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത് താനെ പൊയ്ക്കോളും. കാരണം നമ്മുടെ ശരീരത്തിന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു എനർജി താങ്ങാൻ കഴിയുന്നത്. അത് പെട്ടെന്ന് പൊട്ടുന്നതാകുന്നതുകൊണ്ട്, അത് അൺഎക്സ്പെക്റ്റഡ് ആയതുകൊണ്ടാണ് ഈ പറയുന്ന തലവേദനയും നടുവേദനയും ഉണ്ടാകുന്നത്. അത് 2-3 ദിവസം ആകുമ്പോൾ ഈ ശരീരവും കുണ്ടലിനി ചക്രങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് അത് മാറിക്കോളും. പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് മനസ്സിന് ഒരു ഭീതിയും ആവശ്യമില്ല. കാരണം 3-4 ദിവസം കഴിഞ്ഞാൽ സെയിം വൈബ്രേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്കത് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പൊരുത്തപ്പെടുമ്പോൾ നമുക്ക് ആ വേദന മാറിക്കിട്ടും. മാത്രവുമല്ല, സാധാരണ രീതിയിലും പൂർണ്ണമായിട്ടുള്ള ഒരു ഊർജം നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും തോന്നും. അപ്പോൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുഖത്ത് തന്നെ അത് പ്രകടമാവുകയും ചെയ്യും. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു മുഖമായിരിക്കും പിന്നീട് നാം അനുഭവിക്കുന്നത്. നാം ക്ഷേത്രായനത്തിൽ ഒരിക്കലും കുളിക്കാതെ പോയാൽ ഇപ്പോൾ നാം ചെയ്യുന്ന എന്താണ്? വീട്ടിൽ ഷവറിൻ്റെ താഴെ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം എടുത്താണ് നാം ക്ഷേത്രായനം ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഒരു മീഡിയം സാറ്റിസ്ഫാക്ഷനെ ആയിരിക്കും നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നാം പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നു. അതേസമയം നിങ്ങൾ ഒരു കുളത്തിൽ അല്ലെങ്കിൽ ആറ്റിൽ കുളിച്ചതിന് ശേഷം ആ ദൈവിക ഉപചാരങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം ചെയ്യുകയോ ചെയ്താലോ അതിൻ്റെ ഒരു പൂർണ്ണത അത് പറഞ്ഞ് നമുക്ക് പ്രകടമാക്കാൻ പറ്റില്ല. അത്രയ്ക്കൊരു വൈബ്രേഷൻ ആയിരിക്കും ആ വ്യക്തിക്കുണ്ടാവുക. കാരണം കുണ്ടലിനി വൈബ്രേഷൻ ഈ കുളത്തിലൊക്കെ നമ്മൾ കുളിക്കുമ്പോൾ, അതേപോലെ ആറ്റിൽ കുളിക്കുമ്പോൾ കുണ്ടലിനി ആക്ടിവേറ്റഡ് ആയിരിക്കും, വൈബ്രേറ്റ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും കുണ്ടലിനി ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ വൈബ്രേഷൻ, ആ സിംറ്റംസ്, ആ പ്രവൃത്തി നാം കുളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് നാം ക്ഷേത്ര ദർശനം നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്ഷേത്രായനത്തിൻ്റെ ആ തേവാരമൂർത്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ നാം വീട്ടിൽ വിളക്ക് കുത്തി അത് നമ്മുടെ ഉപാസനാമൂർത്തിയെ ഉപാസിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു കോൺസെൻട്രേഷൻ, മനസ്സ് അവിടെ പൂർണ്ണമായും നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ പഴമക്കാർ എത്ര സൗകര്യം ഉണ്ടായിക്കോട്ടെ വീട്ടിൽ കുളത്തിലോ അല്ലെങ്കിൽ ആറ്റിലോ അല്ലെങ്കിൽ അമ്പലക്കുളങ്ങളിലോ കുളിക്കുന്നതിൻ്റെ രഹസ്യം. ഒരു കുണ്ടലിനി യോഗിക്ക് ഒരിക്കലും ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു പ്രധാന ഘടകമാണ് കുളത്തിലെ കുളി അല്ലെങ്കിൽ ആറ്റിലെ കുളി. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രം, പഴമയാർന്ന ക്ഷേത്രങ്ങളിൽ
നിർബന്ധമായിട്ടും ക്ഷേത്രക്കുളങ്ങൾ സ്ഥാപിക്കാൻ കാരണം. ഇങ്ങനെ കുളിച്ചു കയറി ദർശനം നൽകിയാൽ മാത്രമേ, അല്ലെങ്കിൽ ദർശനത്തിന് പോയാൽ മാത്രമേ നമുക്ക് പൂർണ്ണ സായുജ്യം പ്രാപ്തമാവുകയുള്ളൂ. അല്ലാതെ തേവാരമൂർത്തിക്ക് അല്ല അവിടെ പ്രാധാന്യം, തേവാരമൂർത്തികളുടെ പള്ളി നീരാട്ടിനല്ല അവിടെ പ്രാധാന്യം. നാം ഓരോരുത്തർ ചെയ്യേണ്ട, ക്ഷേത്രത്തിൽ ക്ഷേത്രായനം ചെയ്യുമ്പോൾ ആ തേവാരമൂർത്തിയെ നാം ദർശനം ഏകുമ്പോൾ നമുക്ക് അനുഭവപ്പെടേണ്ട ആ ഒരു വൈബ്രേഷൻ, അത് പൂർണ്ണത എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ക്ഷേത്രക്കുളം അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്നത്തെ ന്യൂക്ലിയർ ക്ഷേത്രങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത്. പഴമയാർന്ന ഏത് ക്ഷേത്രവും നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ നിർബന്ധമായിട്ടും ഒരു ക്ഷേത്രക്കുളം സ്ഥാപിച്ചിരിക്കും. അതാണ് നമ്മുടെ കുണ്ടലിനി യോഗി ക്ഷേത്ര കുളവുമായിട്ട് ഉള്ള ഒരു ബന്ധം. ക്ഷേത്രായനം സമ്പൂർണ്ണമാകണമെങ്കിൽ പ്രഥമമായി ചെയ്യേണ്ടത് നീരാട്ട്. തേവാരമൂർത്തി എന്ന് പറയുന്നത് നാം തന്നെയാണ്. ആ ഒരു തത്വമാണ് ക്ഷേത്രായനത്തിൻ്റെ പ്രഥമ ഘടകമായ സ്നാനം. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം. വരുന്നവർക്കൊക്കെ ആ വൈബ്രേഷൻ ഇവിടെ ഫീൽ ആവുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് തരുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചക്രങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഈ അറിവ്, നിങ്ങളുടെ ഈ സപ്പോർട്ട് കിട്ടുമ്പോൾ ഇനിയും എൻ്റെ അറിവുകൾ തുറക്കുവാൻ, നിങ്ങളുടെ മുമ്പിൽ തുറക്കുവാൻ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങളുടെ ഉറ്റ സോദരനായി തന്നെ ആ അവകാശത്തോട് തന്നെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഇതുവരെ നിങ്ങൾ വിളിക്കുന്ന അതേപോലെ നിങ്ങൾക്ക് വിളിക്കാം. യാതൊരു മടിയും വേണ്ട. കാരണം ഇന്ന് നാം പോകുന്ന വഴി ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എവിടെ നോക്കിയാലും ചൂഷണം എന്നുള്ള പ്രക്രിയയാണ്. നല്ലതെന്താണ് ചീത്തതെന്താണെന്ന് തിരിച്ചറിയാനാവാത്ത ഒരു മാനസികാവസ്ഥയിലാണ് എല്ലാവരും. ഒരു കോഴ്സ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു യോഗ സെൻറ്ററിൽ പോയതുകൊണ്ടോ നാം ദൈവത്തെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഗുരുതത്വം സ്വയം ഭഗവാനെ ഗുരുവായി വരിച്ച് ഭഗവാൻ എല്ലാവർക്കും ഒരേപോലെയാണ് കഴിവ് നൽകുന്നത്. എനിക്കെത്ര കഴിവുണ്ടോ അതുപോലെയാണ് നിങ്ങളും. അതുകൊണ്ട് ഞാൻ വേറെ അവൻ വലുത് എന്നുള്ള തത്വമല്ല. നാം ഓരോരുത്തരിലും എല്ലാ കഴിവുകളുണ്ട്. നമ്മുടെ ചക്രങ്ങൾക്ക് അത്രയും ശക്തിയുണ്ട്. മുന്നിൽ വരുന്ന ഒരു വ്യക്തിയെ അവൻ ഏതാണ്, അവനിൽ എന്താണ്, അവൻ്റെ ഉദ്ദേശ്യം എന്താണ്, അവൻ്റെ A to Z നാം മനസ്സിലാക്കാനും അവനിൽ എന്തെങ്കിലും നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ, ഇവിടെ വരുന്നവർക്കറിയാം ജിന്നും സാത്താനും ഒക്കെ എത്ര പെട്ടെന്നാണ് ആ വ്യക്തിയിൽ നിന്നും മാറുന്നത്. അതേസമയം ഒരു മന്ത്രവാദിയാണെങ്കിൽ എന്തൊക്കെ ഉപചാരങ്ങളാണ് വേണ്ടിയിരിക്കുക. കളമെഴുത്തും ഹോമവും ചാട്ടവാറും ചൂരലുമൊക്കെ. പക്ഷെ ചക്രങ്ങൾക്ക് ജസ്റ്റ് ഒരു വൈബ്രേഷൻ മതി, ഒരു ടച്ച് മതി. കാരണം ചക്രങ്ങൾ ദൈവിക തത്വമാണ്. അവിടെ ഹൈ വോൾട്ടേജ് റേഡിയേഷനാണ് വരുന്നത്. ഒരു മന്ത്രവാദി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്, പക്ഷേ ചക്രങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള പവേഴ്സാണ്. സോ എത്ര നെഗറ്റീവ് ഫോഴ്സ് ആണെങ്കിലും പിടിച്ചു നിൽക്കാനാവില്ല. സോ അത്രയും പവർഫുള്ളാണ് നാം ഓരോരുത്തരും. ഒരു ജ്യോത്സ്യനാകുമ്പോൾ അതെ, ചക്രങ്ങൾ ജ്യോത്സ്യവും പ്രവചിക്കും. ഒരു മന്ത്രവാദിയാണോ
അവൻ സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ അവൻ ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലുള്ള എനർജി, ഹൈ പവർ കപ്പാസിറ്ററാണ് നാം ഓരോരുത്തരുമുള്ള ചക്രങ്ങൾ. അത് ഉണർത്തുക എന്നത് മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. അതിനായി നാം എന്താ ചെയ്യേണ്ടത്? പ്രഥമമായിട്ട് 5 തത്വങ്ങൾ നാം ഈ ഉപാസനയ്ക്ക് മുമ്പായിട്ട് നാം മനസ്സാൽ വാച കർമ്മണ അത് നമ്മൾ ആദ്യം ഓർക്കുക തന്നെ വേണം. അതിനുശേഷം വേണം നാം പഞ്ചോപചാരം ചെയ്യാൻ. ആദ്യമായി വേണ്ടത് ഗണപതി. നമുക്കുണ്ടാകുന്ന എല്ലാ വിഘ്നങ്ങളും കുണ്ടലിനി യോഗ ചെയ്യാൻ നാം തുടങ്ങുമ്പോൾ നാം ആദ്യം വണങ്ങേണ്ടത് മഹാഗണപതിയാണ്. വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നാം എത്തിച്ചേരേണ്ട ഏത് തത്വത്തിലാണോ അവിടെ വിഘ്നങ്ങളില്ലാതെ തന്നെ എത്തിച്ചേർക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. രണ്ടാമത് വരുന്നത് ഗുരു. നമുക്കൊരു ഗുരു ഭഗവാനായതുകൊണ്ട് 2ഉം 3ഉം. മൂന്നാമത് വരുന്നത് ഇഷ്ടദേവൻ, അതായത് നമ്മുടെ ഉപാസനാമൂർത്തി. അതുകൊണ്ട് 2ഉം 3ഉം ഗുരുവും ദൈവവും ഒന്നേ എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമ്മുടെ ഇഷ്ടദേവനെ നാം ഗുരുവായി കൽപ്പിക്കുന്നു. ആ ഗുരുവിൻ്റെ റൂട്ടിൽ നാം കുണ്ടലിനി യോഗ പ്രാപ്തമാക്കും. നാലാമത് വരുന്നത് ഗ്രാമദേവൻ. നാം ഏത് ഗ്രാമത്തിൽ വസിക്കുന്നു അതിൻ്റെ അധിപതിയായ ഗ്രാമദേവൻ്റെ അനുഗ്രഹം നമുക്ക് വേണ്ടിയിരിക്കുന്നു. അഞ്ചാമത് വരുന്നത് മാതാ ഭാവത്തിലുള്ള പിതൃക്കളും പിതാവിൻ്റെ കുടുംബത്തിലുള്ള പിതൃക്കളും. കാരണം നാം മാതാവിൻ്റെ അംശവുമാണ്, പിതാവിൻ്റെ അംശവുമാണ്. സോ മാതാവിൻ്റെ പിതൃക്കളുടെ അനുഗ്രഹവും പിതാവിൻ്റെ പിതൃക്കളുടെ അനുഗ്രഹവും നമുക്ക് വേണ്ടിയിരുന്നു. പണ്ടൊക്കെ തർപ്പണം ചെയ്യുമ്പോൾ 2 ഭാഗത്തു നിന്നും 2 കുടുംബങ്ങളിലെയും പിതൃക്കളെ സ്മരിച്ചായിരിക്കും തർപ്പണം നടത്തുന്നത്. ഇന്നങ്ങനെയല്ല. അച്ഛൻ വഴിയുള്ള പിതൃക്കളെ മാത്രമാണ് നാം തർപ്പണം ചെയ്യുന്നത്. അവിടെ നമുക്ക് പൂർണ്ണതയില്ല. പണ്ട് പിതൃതർപ്പണം എന്ന് പറഞ്ഞാൽ അമ്മ വഴിയുള്ള പിതൃക്കൾക്കും അച്ഛൻ വഴിയുള്ള പിതൃക്കൾക്കും നാം തർപ്പണം നടത്തുമായിരുന്നു. ഇന്നതൊക്കെ ഇൻസ്റ്റൻ്റായി അച്ഛൻ വഴിയുള്ള പിതൃക്കൾക്ക് മാത്രം നാം തർപ്പണം ചെയ്യുന്നു. പണ്ട് നാം തർപ്പണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആണ്ട് പിറവി നടക്കുമ്പോൾ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ, നിന്റെ പിതൃക്കളുടെ പേര് ചോദിച്ചാൽ ആ വ്യക്തി 5 തലമുറയുടെ പേര് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് മുത്തച്ഛൻ്റെ പേര് വരെ അച്ഛൻ്റെ പേര് വരെ അവന് പറയാൻ സാധിക്കുകയുള്ളായിരുന്നു. ഇപ്പം അതാണ് സ്ഥിതി. ഒരു 2 തലമുറയുടെ അപ്പുറത്തുള്ള പിതൃക്കളുടെ പേര് പറയാൻ അറിയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ യുവതലമുറയിൽ നമുക്ക് നേരിടേണ്ട ഒരു നെഗറ്റീവ് പ്രോഗ്രാം. കാരണം ആരും പഠിപ്പിച്ച് തന്നിട്ടില്ല. പണ്ടത്തെ യുവാക്കളാണെങ്കിൽ തർപ്പണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആണ്ട് നടത്തുമ്പോൾ 5 തലമുറയുടെ പേരുകൾ അവന് വശ്യമായിരുന്നു. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് 2 തലമുറയുടെ പേര് പോലും നേരെ ചൊവ്വേ അറിയില്ല. നമ്മുടെ അറിവുകൾ സമ്പൂർണമായിട്ട് നേരായ രീതിയിൽ വ്യക്തമായ രീതിയിൽ കൈമാറി വരേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്കിതേപോലത്തെ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. നമ്മുടെ സനാതനധർമ്മത്തിനും പറ്റിയത് ഇത് തന്നെയാണ്. തന്മയത്വമുള്ള മൂല്യങ്ങൾ നാം നമ്മുടെ പുതിയ തലമുറകൾക്ക് പകർന്നു കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് നാം ഇന്ന് നേരിടുന്ന പ്രധാന പ്രശ്നം. അന്ധവിശ്വാസങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോയതിൻ്റെ മെയിൻ പ്രോബ്ലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാം. സാത്വികനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്
നവഗ്രഹത്തിലെ പ്രധാന ഈശ്വരൻ തത്വമായിട്ടുള്ള ശനിദേവൻ്റെ യാതൊരു പ്രഹരവും, കണ്ടക ശനി, ഏഴര ശനി, എന്ത് ശനി ആയിക്കോട്ടെ, അത് ഫലിക്കില്ല എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രവുമല്ല, ശനിദേവൻ ആ ഒരു വ്യക്തിയെ സർവ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സാത്വികമായിട്ടുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. നാം അനുഭവിക്കുന്ന കഷ്ടപ്പാട്, ഇതിനെല്ലാം കാരണം നമ്മുടെ 5 വികാരങ്ങളാണ്. ഒരു കൂട്ടുകാരൻ എന്നെ വിളിച്ചു, കുണ്ടലിനി യോഗ ചെയ്യാൻ വളരെ തൽപരനാണ്, പക്ഷെ ഒന്ന് മാത്രം വിടാൻ പുള്ളിക്കൊണ്ട് സാധിക്കുന്നില്ല: മീൻകറി കൂട്ടിയുള്ള ചോറ്. സോ അങ്ങനെ ഒരു ലെവലിൽ നാം മനുഷ്യര് ഒന്നല്ലെങ്കിൽ വേറൊന്നിനെ വിടാൻ നാം മുന്നോട്ട് പോകുന്നില്ല. അതായത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, കക്ഷത്തിലിരിക്കുന്നത് ഉത്തരത്തിലിരിക്കുന്നതും ആ ഒരു ലെവലിലേക്ക് നാം പോകുന്നു. അപ്പോൾ നമുക്ക് ദൈവപ്രാപ്തി ഉണ്ടാവുന്നില്ല. നാം ഓരോന്നിലും ഈ 5 വികാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സായുജ്യമാവുന്നത്? എങ്ങനെയാണ് നാം ദൈവപ്രാപ്തിയാവുന്നത്? കുണ്ടലിനി യോഗ, അതിൽ മൂലാധാരം ഉണരണമെങ്കിൽ തന്നെ പൂർണ്ണമായ സാത്വികമായിട്ടുള്ള ഒരു ജീവിതം, ചിട്ടയായ ജീവിതം നാം വാർത്തെടുക്കണം. എന്നാൽ മാത്രമേ മൂലാധാരം എന്ന ചക്രം നമുക്ക് ഉണരുകയുള്ളൂ. അല്ലാതെ ഞാൻ കുറേ വർഷം മെഡിറ്റേഷൻ ചെയ്തു, ഞാൻ യോഗ ചെയ്യുന്നു, എനിക്ക് വൈബ്രേഷനൊന്നും അനുഭവിക്കുന്നില്ല. അതിന് പ്രധാന കാരണം നാം ഏതെങ്കിലും ഒരു തത്വത്തിൽ വീക്ക് പോയിന്റ് ആയിരിക്കും. മാത്രമല്ല, ഉപചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ജീവിതം, അല്ലാതെ ചക്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടല്ല നാം മുന്നോട്ട് പോകേണ്ടത്. നാം നമ്മുടെ ഉപാസനാമൂർത്തിയെ സന്തുഷ്ടമാക്കുക, അതിൽ മാത്രം നാം ശ്രദ്ധിക്കുക, ഉപചാരങ്ങളിൽ മാത്രം നാം ശ്രദ്ധിക്കുക. കാരണം കുണ്ടലിനി ചക്രങ്ങളുടെ നാഥനാണ് നമ്മുടെ ഉപാസനാമൂർത്തി. അതുകൊണ്ട് ചക്രങ്ങൾ ഉണരുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം നാം പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇഷ്ടദേവനെ. കാരണം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്നത്തെ ഈ ജന്മത്തെ അമ്മ മാറാം, അച്ഛൻ മാറാം, ഭാര്യമാര് മാറാം, കുട്ടികൾ മാറാം. പക്ഷെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു രക്തബന്ധമാണ് ഉപാസനാമൂർത്തി അല്ലെങ്കിൽ ഇഷ്ടമൂർത്തി. ആ ഇഷ്ടമൂർത്തിയെ ഉപചാരിക്കുന്നത് പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ പിന്നെ നാം എന്ത് പറയാൻ? അവിടെ പൂർണ്ണമായ മനസ്സ് കൊടുത്താൽ നിസ്സംശയം നാം എത്തേണ്ട ആ ഒരു ട്രാക്ക് ക്ലിയർ ആയിരിക്കും. നിങ്ങൾ പൂർണ്ണ മനസ്സോടെ അത് ചെയ്ത് നിങ്ങൾ വീട്ടിന് പുറത്തിറങ്ങി നോക്കൂ, എല്ലാവർക്കും അനുഭവമുള്ളതാണ്. കാരണം ഏത് തരത്തിലുള്ള കാര്യങ്ങളും നിഷ്പ്രയാസം എല്ലാം സോൾവ് ആകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ചിലർ വിളിച്ച് കുറേ കഷ്ടങ്ങൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. പക്ഷേ നാം കൊടുക്കേണ്ട ആ ഒരു ഊർജം നമ്മൾ ഉപാസനാമൂർത്തിക്ക് കൊടുക്കാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ഫലം? നമുക്ക് ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല. എന്നിട്ടും നാം മീഡിയേറ്ററിൻ്റെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ദൈവങ്ങൾ ഇവിടെ ധാരാളമായി വിലസുന്നു. ശരിയായ തത്വത്തെ മുമ്പിൽ കണ്ടാലും അതറിയാതെ മനുഷ്യ ദൈവങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ തത്വങ്ങളെല്ലാം.
ഈശ്വരൻ നിങ്ങളുടെ മുമ്പിൽ തന്നെയുണ്ട്. എന്നിട്ടും നാം അന്വേഷിക്കുകയാണ് ഈശ്വരൻ എവിടെയെന്നുള്ളത്. ഇവിടെ വന്നവർക്കറിയാം ഒരു ഉപാസന മൂർത്തിയുടെ വൈബ്രേഷൻ എന്താണെന്നുള്ളത്. ഇവിടെ വൈബ്രേഷൻ കിട്ടിയവർക്കറിയാം, പൂർണ്ണ മനസ്സോടെ ആ ഒരു ആഗ്രഹത്തോടെ വരുന്നവർക്കെല്ലാം ആ സായുജ്യം പൂർണ്ണമായി കിട്ടിയിട്ടുണ്ടെന്നും നിങ്ങൾ തന്നെ ആ ഇഷ്ടമൂർത്തിയുടെ, ആ ഉപാസനാമൂർത്തിയുടെ മുമ്പിൽ തന്നെ കരയുന്നതും അതിനുദാഹരണം തന്നെ. കാരണം നാം എന്തിനെയാണോ തേടുന്നത്, ഒരു ബാബാജിയാണെങ്കിൽ അതെ ഉപാസനാമൂർത്തി ബാബാജിയായി തന്നെ വരും. ഒരു കൃഷ്ണനായി നാം ആഗ്രഹിക്കുന്നെങ്കിൽ കള്ളകൃഷ്ണനായി തന്നെ മുമ്പിൽ വരും. നാം എങ്ങനെ ആഗ്രഹിക്കുന്നു, ഏത് രൂപത്തിൽ ആഗ്രഹിക്കുന്നു, ആ രൂപത്തിൽ വരാനുള്ള ശക്തി ആ ചക്രങ്ങൾക്കുണ്ട്. എന്നിട്ടും നാം അന്വേഷിക്കുകയാണ് എവിടെ എന്നുള്ള ചക്രം. അതുകൊണ്ട് നാം ഇതിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കുക. ആ ചക്രങ്ങൾ എത്ര സിമ്പിളായിട്ടാണ്, അതോ കോഴ്സിൻ്റെയോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെയോ തേർഡ് ഐ ഓപ്പണിങ്ങോ ചക്ര ഹീലിങ്ങോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. എന്തിന് വളഞ്ഞ വഴി പോകുന്നു? നമുക്കെല്ലാം ആ ചക്രങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടും നാം ഓടി അലയുകയാണ്, കുറേ കാശ് കളയുകയാണ്. എന്നാൽ സ്വയം ഭഗവാനെ അറിയാൻ നയാ പൈസ ചിലവാകില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് നിങ്ങളെല്ലാവരും ഈ എപ്പിസോഡ് വഴി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഭഗവാൻ എത്ര നിസ്സാരമാണ്. നമ്മുടെ സ്നേഹവും വാത്സല്യവും അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അത് കൊടുക്കുന്ന ഏതൊരു തത്വത്തിലും ആ ശക്തി ചൈതന്യം പൂർണ്ണമായ തേജസ് കാണിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം. പൂർണ്ണ തത്വത്തോടെ. നിങ്ങൾക്ക് ചിലപ്പോൾ എന്നെ വിളിച്ച് ബുദ്ധിമുട്ടുകയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങളെന്നെ സ്വന്തം സഹോദരനായിട്ട് കാണുക. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി വരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് വരാം. ആ വൈബ്രേഷൻ എന്താണെന്നറിയാം. ആ വൈബ്രേഷൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു പ്രചോദനമാവും. എൻ്റെ വീട്ടിലും എൻ്റെ സ്ഥലത്തും ഇതുപോലൊരു വൈബ്രേഷൻ ഉപാസനാമൂർത്തിയാൽ സാധ്യമാകണം എന്നുള്ളത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, പൂർണ്ണ അവകാശത്തോടെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്തെങ്കിലും വൈബ്രേഷൻ ഷോർട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അഥവാ ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വോയിസ് മെസ്സേജ് ചെയ്യാം. അതേപോലെ ഞാൻ കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ കോൾ ബാക്ക് ചെയ്യാറുണ്ട്. അഥവാ അത് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് മെയിൽ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് തരുന്നതിലും നിങ്ങളുടെ എല്ലാ കോൾസും എനിക്കതിന് ഉദാഹരണമാണ്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഇതുപോലെ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഞാൻ വളരെ കടപ്പെട്ടവനാണ്. ഇനിയും എൻ്റെ അറിവുകൾ നിങ്ങൾക്ക് മുൻപിൽ ഞാൻ എൻ്റെ ചക്രങ്ങളാൽ എൻ്റെ സീക്രട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ഈ സീക്രട്ടൊക്കെ സൂക്ഷിച്ച് സമാധിയിൽ പോയിട്ട് എന്ത് കാര്യം?
അത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി, ദൈവിക തത്വത്തിൻ്റെ ലയനത്തിനു വേണ്ടി ഉപകരിക്കുമെങ്കിൽ ഞാൻ സായുജ്യനാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാൻ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമഃ ശിവായ.